കുറിച്ച് പറഞ്ഞപ്പോ അല്ല അല്ല, നിങ്ങൾക്കാണ് ആ സ്വഭാവം, നിങ്ങൾക്കാണ് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഓരോ മതം എന്ന് പറഞ്ഞിട്ട് ഉദാഹരണമായിട്ടെന്ന് നമ്മൾ പറഞ്ഞു. അതാ ശനി ദിവസമിൽ പുതിയ മുണ്ട് ധരിക്കലും എന്ന് പറഞ്ഞിട്ട് ശനി ഞായർ അതുപോലെയുള്ള ദിവസങ്ങളിൽ തുണി വാങ്ങലും ഉടുക്കലും ഒക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നഹ്സുകൾ, നിങ്ങൾ നഹ്സുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം? ജനങ്ങൾക്കിടയിൽ നഹ്സുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന, ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത്. നിങ്ങൾ നോക്കൂ, ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. കണ്ടോ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ ഈ ആശയം? ഇവര് പ്രചരിപ്പിക്കുകയാണ്. കല്യാണം നിശ്ചയിക്കാൻ ഒരുങ്ങുമ്പോ, അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹ്സ് ശകുനം നോക്കുന്നൊരു പരിപാടി. ഏതൊക്കെ ദിവസമാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്ത എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു പോയി. വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത്? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, സ്വഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. എന്താ കാരണം? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ധരിക്കുന്ന സമയത്തൊക്കെ ജസദിന് അസുഖം വരും. ശനിയാഴ്ച മുണ്ടെടുത്താലേ അന്ന് അസുഖം വരും. ആകെ പ്രശ്നാണ്. തീർന്നില്ല. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്. ഞായറാഴ്ചയും ഔട്ടായി, ഞായറാഴ്ചയും പറ്റില്ല. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. ഇനി എന്താ നാശങ്ങൾ എന്ന് കേട്ടോളൂ. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. എന്റെ പൊന്നേ, നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ. മനസ്സിലെപ്പോഴും ഹമ്മായിരിക്കും കേട്ടോ. മാത്രമല്ല തീ വീണതായി നശിക്കേണ്ടതാണ് മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ചോദിക്കട്ടെ, ഇസ്ലാം ദീൻ അല്ലാഹുവിന്റെ റസൂൽ പൂർത്തിയാക്കിയ ആ ഇസ്ലാം ദീന്, അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് ഇസ്ലാം ദീൻ അല്ലാഹു പൂർത്തിയാക്കിയില്ലേ? ആ ദീനിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത്, ഞായറിനെ ഇങ്ങനെ പറഞ്ഞത്, ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത്? ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? കൃത്യമായിട്ട് പാടിക്കൊടുത്തു. ഓരോ ദിവസത്തെ കാര്യം അന്ന് എണ്ണി പാടിയതാ. അതിനെപ്പറ്റി മൂപ്പർക്കൊന്നും പറയില്ല. അപ്പൊ മൂപ്പര് അതിനെപ്പറ്റി പറയുന്ന ഒരു മറുപടി കിട്ടോ. എന്താ പാണ്ഡിത്യത്തിന്റെ മികച്ച മറുപടി എന്നറിയത് നിങ്ങൾ കേട്ടോളൂ. ശനിയാഴ്ചയും ഞായറാഴ്ചയും തുണിപ്പീടിയെ പോറേ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കുന്നത്? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാവില്ലേ? അടുത്ത ആഴ്ച പുതിയ പേരും എല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണോ നമ്മളെ തർക്ക വിഷയം? അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒന്നും ഉത്തരം പറയല്ല, അല്ലെങ്കിൽ പറയണ്ടേ, നിങ്ങൾ തെളിവ് തിരിച്ച് പറയണ്ടേ? ഒന്നുമില്ല എന്നുണ്ട്. അപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ട് തുണിപ്പീടി ഉറക്കണേ. മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം. അതിന് ഇങ്ങനത്തെ ഓരോ മറുപടി. ഇതാണ് പേരോട്.
പേരോടിനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഖുർആൻ പരിഭാഷയുടെ കാര്യം എന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേക സ്വലാത്തിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ആ നിലക്കുള്ള ഓരോരുത്തർക്കും ഓരോ മതം എന്ന് പറയുന്ന നിലക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എമ്പാടും കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ചോദിക്കട്ടെ, ഇസ്ലാമികമായിട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടല്ലേ സംസാരിച്ചിട്ടുള്ളത്? നിങ്ങൾ പാരമ്പര്യം പറഞ്ഞപ്പോ ഇന്നലെ ഞാൻ എൻ്റെ സംസാരത്തിൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്തിട്ട്